ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പപ്പായ മസാല തോരനായിട്ടാണ്. നമ്മുടെ കപ്പളങ്ങ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു കിടിലൻ കറിയാണിത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പപ്പായയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റുമല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഈ കപ്പളങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളങ്ങ അവിടെ ഇരുന്ന് വേവട്ടെ, അപ്പോഴത്തേന് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിന് 5-6 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങയുടെ മുറിയുടെ പകുതി ചെറുതായത് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ജീരകം ഉള്ളവർ അതെടുത്താൽ മതി. എൻ്റെ ജീരകം ഇല്ലായിരുന്നുകൊണ്ട് ജീരകപ്പൊടി എടുത്തത്. ഇനി കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പച്ചമുളക് ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് എരിവിന് കണക്കാക്കിയിട്ടുള്ള മുളകും എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കപ്പളങ്ങ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്, കപ്പളങ്ങ വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഇച്ചിരി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് അരപ്പും കപ്പളങ്ങയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പാവട്ടെ കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പം നമ്മുടെ പപ്പായ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തായിട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ചായിരുന്നു, സിമ്മിലിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്, കണ്ടല്ലോ. നല്ലോണം വറ്റി. ഈ പാകത്തിൽ നമുക്കിത് ഇറക്കാം. അപ്പോൾ ഇനി നമ്മുടെ വെന്ത കപ്പളങ്ങയിലോട്ട് കടുക് പൊടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതും കടുക് ഇട്ട് കൊടുക്കാം. കടുക് ലേശം പൊട്ടിയതും അതിനകത്തോട്ട് ഒരു തണ്ട് കരിയാപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് കപ്പളങ്ങയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കപ്പളങ്ങ മസാല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബൈ.